പന്നകശയന ഓ നഗശയന പാവന ശരണ പാവന ചരണ. ഇന്നുണ്ടല്ലോ ഇതാ ലാസ്റ്റ് ലോഡ്. ശാന്തേച്ചി, ശാന്തേച്ചി, ഞാൻ വസ്ത്രം തന്നിരുന്നല്ലോ, കഴിഞ്ഞോ? ഓ കഴിഞ്ഞു കഴിഞ്ഞു, അതാ കൊണ്ടുവരുന്നു. അയ്യോ അയ്യോ അയ്യോ, ഇവൾ ഇങ്ങനെയൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് ഞാൻ കരുതിയതാ. നിന്നോട് പറഞ്ഞതല്ലേടി, വെള്ള വസ്ത്രങ്ങളും കളർ വസ്ത്രങ്ങളും വേറെ വേറെ വാഷ് ചെയ്യാനിടണമെന്ന്. ഇത് കണ്ടോ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നെന്ന് നോക്കിയേ. അയ്യോ എന്റെ ദൈവമേ, എല്ലാ വസ്ത്രവും നശിപ്പിച്ച് കളഞ്ഞല്ലോ. ഇതിന് ഒരു റൗണ്ട് കറക്കാൻ 150 രൂപയോ? എന്തു പറ്റി? എന്ത് സംഭവിച്ചേ? സീതമ്മ, ഞാൻ ഒന്നും ചെയ്തില്ല. ഒന്നും ചെയ്യാതെയാണ് ഇങ്ങനെയായത്. രണ്ടും വേറെ വേറെ ഇട്ട് അലക്കാൻ പറഞ്ഞിട്ട് അവിടെ ചെയ്തു വെച്ചേക്കണാണ്ടില്ലേ. നിനക്കിതിന്റെയൊക്കെ ആവശ്യം എന്താടി? അല്ല സീതമോളെ, അമ്മേ, നിങ്ങൾ അവൾക്ക് വേണ്ടി സംസാരിക്കണ്ട. നീ മോളോട്. ഞാൻ ഓഫീസിൽ നിന്ന് വന്ന ഉടനെ അവൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത്? അവരുടെ വസ്ത്രം എടുക്കേണ്ട കാര്യം എന്താ നിനക്ക്? ഞാൻ ഒന്നും ചെയ്തില്ല സീതമ്മ. അവര് നിന്റെ പേര് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? മോളെ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ഞങ്ങളെ വസ്ത്രം കൊണ്ടുവരാൻ പറഞ്ഞത്. അവസാനം എല്ലാരും കൂടി ചേർന്ന് എന്റെ വസ്ത്രങ്ങളൊക്കെ നശിപ്പിച്ചു കളഞ്ഞില്ലേ. ഗീതേച്ചി, ഇതിനെല്ലാം കൂടെ എത്ര രൂപയാവെന്ന് പറഞ്ഞാ ഞാൻ തന്നേക്കാം. സീതേ, അവള് തെറ്റൊന്നും ചെയ്തില്ല മോളെ. വസ്ത്രമൊക്കെ അലക്കിയത് ഞാനാ. അലക്കിയത് ആരും ആയിക്കോട്ടെ, നശിപ്പിച്ചു കളഞ്ഞത് എന്റെ വസ്ത്രങ്ങളൊക്കെ അല്ലേ. എന്നിട്ട് പൈസ തരാത്ര പൈസ. ആർക്ക് വേണം നിന്റെ പൈസ? സീതേ, പാവല്ലേ മോളെ, ഇവളോട് ദേഷ്യപ്പെടണ്ട. ഒരു തെറ്റും അവള് ചെയ്തിട്ടില്ല. നിങ്ങൾ ആരും അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണ്ട. ഒരുപാട് കൊഞ്ചിച്ച് അവൾ ഇങ്ങനെ ആയത്. എന്തെങ്കിലും ഇങ്ങനെ ചെയ്തോണ്ടേയിരിക്കും. അവളുടെ പ്രായത്തിന് ചേരാത്ത പണി. നടക്ക് വീട്ടിലേക്ക്. ആര് പറഞ്ഞാലും അവള് കേക്കില്ല. ഒന്ന് പോയി നോക്കിയിട്ട് വാ എന്താണെന്ന്. നിങ്ങളുടെ മറവി കൊണ്ട് എന്താ ഉണ്ടായെന്ന് കണ്ടോ? പാവം സീത എന്ത് ടെൻഷനും കൊണ്ടാണ് ഓഫീസിൽ നിന്ന് വന്നത് എന്തോ. അല്ലെങ്കിൽ ഇങ്ങനെ വഴക്കൊന്നും പറയില്ല. പാവം കുട്ടി, തെറ്റ് ചെയ്തത് ഞാനാ. ഞാൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ. അപ്പൊ നിങ്ങൾ തന്നെ പോയി സമാധാനിപ്പിക്കേ. എടാ വാ ഇവിടെ. വാ ഇരിക്ക്. ഓഫീസിൽ പൂജ ഉണ്ടെന്ന് പറഞ്ഞ് നീ എന്തിനാണ് വെറുതെ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? എല്ലാം നിന്റെ നല്ലതിനാ. എന്റെ നല്ലതിനോ? എനിക്കെന്ത് പറ്റി? അത് നീ കണ്ണാടിയിൽ നോക്കി ചോദിക്കേ. നിന്റെ മനസ്സിന്റെ കണ്ണാടി. എടാ, വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് വന്നിട്ട് നീ ഫിലോസഫി പറയാ? നിന്നെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നീ പെർമനന്റ് ആയിട്ട് ദൂരേക്ക് എങ്ങാനും പോകുന്ന പേടിയുണ്ട് എനിക്ക്. എന്തൊക്കെയാടാ നീ പറയുന്നേ? നോക്കടാ, ഈ കാര്യം വീണ്ടും വീണ്ടും നിന്നോട് പറയുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. കേൾക്കുമ്പോൾ നിനക്കും ദേഷ്യം വരും. പക്ഷെ എന്ത് ചെയ്യാം, അറിയാതെ നിന്റെ ഫ്രണ്ടായി പോയി. നിന്നെ ഞാൻ ഒരു ഫുൾ ഡേ നിന്റെ കുട്ടി ഫ്രണ്ടിന്റെ കൂടെ വിടാൻ പോവാ. നീ അവളുടെ കൂടെ ഉള്ളപ്പോൾ നല്ല ഹാപ്പി ആയിരിക്കുമെന്ന് ഞാൻ ആരോട് വേണമെങ്കിലും ബെറ്റ് വെക്കാം. ആ വിശ്വാസം എനിക്കുണ്ട്. നീ സിഹിയുടെ കൂടെ ഉള്ളപ്പോ നിന്റെ ലൈഫ് ഫുള്ള് സ്വീറ്റാ മോനെ. അതുവരെ കാണാത്തൊരു ചിരി അവള് കൂടെ ഉള്ളപ്പോ നിന്റെ മുഖത്തുണ്ടാവാറുണ്ട്. റാം എന്ന് പറഞ്ഞ അങ്ങനെയാണടാ. ഏതോ ഒരുത്തെ മെസ്സേജ് അയച്ചതിന് തലയും കുനിച്ചിരിക്കുന്നുണ്ടല്ലോ, അങ്ങനെയല്ല. ഇപ്പൊ അതിനെ കുറിച്ച് എന്തിനാ സംസാരിക്കുന്നേ? തൽക്കാലം എല്ലാം മറന്നിരിക്കല്ലേ? തൽക്കാലത്തേക്ക് ഒരു സൊല്യൂഷൻ എനിക്ക് വേണ്ട. ഇതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം വേണം. സിഹിയുടെ കൂടെ കാലാകാലം നീ ഹാപ്പി ആയിട്ടിരിക്കും ജീവിതം മുഴുവൻ. കഴിഞ്ഞോ? ശരി വാ. ശരി വാ എന്ന് നീ പറഞ്ഞില്ലേ, അപ്പൊ തന്നെ മനസ്സിലാവുന്നുണ്ട് നീ ഏതോ വലിയ ദുഃഖത്തിലേക്ക് വിടാൻ റെഡിയാണെന്ന്. നിന്റെ മുഖത്തൊരു ഇത്തിരിയെങ്കിലും വെട്ടമുണ്ടോടാ?
അതല്ലടാ, അവളുടെ വെറുതെ ഒരു മെസ്സേജ് കണ്ടതിന് നീ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ. അവളെ മറക്കാത്തോണ്ടല്ലേ? അതാ വേണ്ടത് അവൾക്ക്. ഈ പെൺകുട്ടികളൊക്കെ എങ്ങനെയാണെന്നോ, ആൺകുട്ടികള് അവരെ ഇഷ്ടപ്പെടണം. അവർക്ക് റിലേഷൻഷിപ്പ് എപ്പ വേണമെങ്കിലും കട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഉണ്ടായാലും അവളെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണം. അവസാനം ദേവദാസായി മാറണം. ഓരോ ആൺകുട്ടികളും ദേവദാസായി മാറുന്നത് ഇവർക്കൊരു മെഡൽ കിട്ടുന്ന പോലെയാ. അശോക, സോറിടാ, ദേഷ്യം കൊണ്ട് എനിക്ക് വർത്തമാനം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ സത്യം അതാണ് റാം, ചാന്ദിനിക്ക് നീ സഫർ ആവുന്നത് കാണണം. അവള് ഹാപ്പി ആയിട്ടിരിക്കുമ്പോ നീ കരയുന്നതും കൂടി കാണുന്ന അവക്കൊരു കിക്ക് കിട്ടും. ഇന്ത്യയിൽ കാല് വെച്ചത് മുതൽ നീ ഹാപ്പി ആയിട്ടിരിക്കില്ല. അത് അങ്ങനെ തന്നെ പോട്ടെ. എന്തെങ്കിലും പറ. എന്ത് പറയാനാടാ? ആ ചാന്ദിനിക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറ. വിശ്വ വന്നല്ലോ, ഫണ്ട് പറഞ്ഞല്ലോ. ഭർഗു, എന്താ വീട്ടിൽ ഭയങ്കര സൈലൻസ് ആണല്ലോ? എല്ലാരും ഭക്ഷണം കഴിച്ചോ? അല്ല, അവൻ എവിടെ പോയി? എന്റെ രണധീര ഖണ്ഡീരൻ ഇന്നേരത്തിനുള്ളിൽ വികൃതിയും കുറുമ്പും അലമ്പൊക്കെ കാണിച്ച് നിന്റെ തല തകർത്ത് കാണുമല്ലോ. അല്ല, ഓഫീസിലെ ബോസ് ആയതിനു ശേഷം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയില്ലെങ്കിൽ ഈ എനിക്ക് ജാടയാണെന്ന് കരുതുമെന്ന് ഓർത്ത് ചോദിച്ചതാ. പോട്ടെ, വേണ്ട, വിട്ടേക്ക്. ഒരു ഫാന്റാസ്റ്റിക് ഡേ തന്നെയായിരുന്നു. വാ, എന്തായിരുന്നു ഓഫീസിലെ മാച്ച് എന്നറിയോ ഭാർഗവ്? വാ, ഈ ഓഫീസിലെ ബോസ് ആകുന്ന പരിപാടി ഇത്ര നല്ലതാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്താണെന്നറിയോ ഭാർഗു? ഞാൻ പറയുന്ന റൂൾസ്. സൂപ്പർ. നീ എന്ത് വേണമെങ്കിലും ചെയ്ത് അവിടെ കൂടിക്കോ. പക്ഷെ കണ്ട പെണ്ണുങ്ങളെ ഒന്നും വീട്ടിലേക്ക് അയക്കണ്ട. ഓ, ആ കുട്ടിയെ വീട്ടിലേക്ക് അയച്ചനാണ് ഇങ്ങനെ വാശി പിടിച്ചിരിക്കുന്നല്ലേ? ഞാൻ എന്ത് ചെയ്യാനാണ് ഭാർഗു? ഞാൻ വീട്ടിലേക്ക് വരണ്ടെന്ന് പറഞ്ഞാലും കുലുങ്ങിയും കുണുങ്ങിയും അവള് നേരെ വീട്ടിലേക്ക് വരുമായിരുന്നു. വാട്ട്? ഓ, അയ്യോ, നമ്മുടെ രാമനെ കാണാൻ വേണ്ടി എന്ത് ആക്രാന്തം ആ പെണ്ണിന്. ആ ഉത്സാഹം, എക്സൈറ്റ്മെന്റ്. ഈ ഇന്ത്യ പാക് ക്രിക്കറ്റ് മത്സരത്തിന് ടിക്കറ്റ് കിട്ടുമ്പോൾ കിട്ടുന്ന സന്തോഷമില്ലേ, അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെന്റ്. തുള്ളിച്ചാടുമായിരുന്നു. അവളെ കണ്ടാൽ അങ്ങനെ പറയില്ലല്ലോ. അവൾ അങ്ങനെയൊക്കെ ചോദിച്ചോ? അതല്ലേ ഭാർഗു ഞാൻ നിന്നോട് ഫോണിൽ പറഞ്ഞത്. അവളെ കാണാൻ ഭയങ്കര സൈലന്റാ, പക്ഷെ ആള് ഭയങ്കര വൈബ്രന്റാ. ഒന്നുമില്ലാതെ ഒരു നോർമൽ എംപ്ലോയി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോ എനിക്ക് എന്തോ ഒരു ഡൗട്ട്. ഭർഗു, എന്തൊക്കെയോ ഇവരുടെ ഇടയിൽ ചീഞ്ഞ് നാറുന്നുണ്ടോ എന്നൊരു തോന്നലില്ലാതില്ല. ഇത്രയും നാളെ നീ റാമിന് വേണ്ടി നോക്കി വെച്ച കുട്ടികളില്ലേ, അതൊക്കെ സ്വാഹ. നോ ബോൾ കാരണം ഫ്രീ ഹിറ്റാ കിട്ടിയത്. ഒരു കാര്യം ഞാൻ പറയാം, ഈ കുട്ടിയാണ് റാമിനെ ഒട്ടിപ്പിടിച്ചിങ്ങനെ കൂടി ചേർന്നിരിക്കുന്നത്. ഭാർഗു, നിനക്കൊരു ജോലി കുറഞ്ഞത് കണ്ടോ? എന്തായാലും ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ റാമിന്റെ കല്യാണം നടത്ത്. ഷട്ട് അപ്പ്. അവൾ ഇനി ഓഫീസിൽ ഉണ്ടാവാൻ പാടില്ല. അല്ല, ഇപ്പോഴല്ലേ വീട്ടിലേക്ക് വിടരുതെന്ന് പറഞ്ഞത്. ഇനി ഓഫീസിലും കാണരുതെന്ന് പറഞ്ഞ ആ കുട്ടി ജസ്റ്റ് ട്രാൻസ്ഫർ ഹർ. വേറെ ബ്രാഞ്ചിലേക്ക് മാറ്റ. ഭാർഗവ്, ഞാനോ? വിശ്വ, ഞാൻ പറയുന്നത് പോലെ ചെയ്യോ, അതോ നിന്റെ യോഗ്യത എന്താണെന്ന് ആ തന്തയോട് പറയണോ? ദേ നോക്ക്, നിന്നെയില്ലേ ആ ഓഫീസിൽ ഇരുത്തിയത് ഞാൻ പറയുന്നത് പോലെയൊക്കെ ചെയ്യാനാ, അല്ലാതെ ക്രിക്കറ്റും കളിച്ച് കോമാളി കളിക്കാനല്ല. നിനക്ക് ഒറ്റയ്ക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങോട്ട് കേക്ക്. റാം ഉള്ളിടത്ത് ആ സീത ഒരിക്കലും ഉണ്ടാവരുത്. സീതയോ? വിശ്വ,
കുണുക്കും ഒക്കെ നിർത്തി ഞാൻ പറയുന്നത് പോലെ ചെയ്യാവോ? ട്രാൻസ്ഫർ ഹർ. ഞങ്ങളുടെ വീട്ടിലേക്ക് വലിയ ബിസിനസ്സുകാർ വന്നാലും പിച്ചക്കാർ വന്നാലും ഞങ്ങൾ എല്ലാവരെയും ഒരുപോലെ കാണുന്നു. ഒരു വ്യത്യാസവും കാണിക്കില്ല. എന്താണെന്നോ, ഞാൻ ഇതുവരെയും ഒരു സ്റ്റാഫിനെ പോലും ഇത്ര ഫ്രീക്വന്റ് ആയിട്ട് ഇവിടെ കണ്ടിട്ടില്ല. നിന്നെയാണെങ്കിൽ ഞാൻ കണ്ടുകൊണ്ടേയിരിക്കുന്നു. സീതമ്മ, പിന്നെ നീ എന്റെ അടുത്ത് മിണ്ടാതായോ? ഞാൻ കളവ് പറഞ്ഞിട്ടില്ല. ഞാൻ ഇനി എപ്പോഴും സത്യം മാത്രമേ പറയൂ. തെറ്റ് ചെയ്താലല്ലേ സോറി പറയേണ്ടത്. ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. ഞാൻ എന്തിനാ സോറി പറയണേ? സീതമ്മ, ഞാൻ സത്യമായിട്ടും ഒന്നും ചെയ്തില്ല. നിനക്ക് ഞാൻ പറയുന്നത് വിശ്വാസമില്ലല്ലേ? ഓയ്, ഒന്ന് നിർത്തുന്നുണ്ടോ? എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ ഇങ്ങനെ ഇരുന്ന എനിക്ക് പേടിയാവില്ലേ സീതമ്മ? എനിക്ക് എപ്പോഴും നിന്നെ വിശ്വാസമാ മോളെ. എന്റെ ജീവിതത്തിലൂടെ തന്നെ എനിക്ക് വിശ്വാസം തോന്നിയത് നീ കാരണമാ മോളെ. ഈ പ്രാവശ്യം നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. എല്ലാം എന്റെ തെറ്റാ. ഞാനാ കുറച്ച് തിരക്ക് കാണിച്ചത്. ഐ ആം സോറി. സീതേ, അവളെ ഒരുപാട് വഴക്ക് പറഞ്ഞില്ലേ? അവൾ ഒരു തെറ്റും ചെയ്തില്ല മോളെ. ഇതിന്റെ എല്ലാം കാരണം ഞാനാ. പാവല്ലേ അവള് കറക്റ്റായിട്ടാ ചെയ്തത്. നിനക്കറിയുന്നതല്ലേ എന്റെ മറവിയെ പറ്റി. അച്ഛാ, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത്? സീതമ്മ, നീ പാർട്ട് ടൈം ജോലിയൊക്കെ നോക്കുന്നില്ലേ? അപ്പൊ ഞങ്ങളും പാർട്ട് ടൈം ജോലി ചെയ്തു കഴിഞ്ഞാ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് പൈസ കിട്ടാൻ മുത്തശ്ശിനെ സഹായിച്ചതാ. അച്ഛാ, നിങ്ങൾ അതോർത്ത് വിഷമിക്കണ്ട. ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം. നെക്സ്റ്റ് ടൈം ഇങ്ങനൊന്നും ചെയ്യരുത്. നീ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടാ മതിയോ? അതുകൊണ്ട് ഞങ്ങളും നിന്നെ ഹെൽപ്പ് ചെയ്യല്ലേ? മുത്തശ്ശനും പാവല്ലേ. ഞാൻ ജോലിക്ക് പോയാ നിന്നെ വേറെ ആരാ നോക്കുക? അവരല്ലേ. അതിനേക്കാട്ടിലും വലിയ ഹെൽപ്പ് എന്താ മോളെ? അച്ഛാ, നിങ്ങളും അമ്മയും ആരോഗ്യം നല്ലപോലെ നോക്കേണ്ട വയസ്സല്ലേ ഇത്. പ്ലീസ് അച്ഛാ, നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടരുത്. നിങ്ങൾ ചെയ്ത സഹായത്തിന് കടപ്പാട് തീർക്കാൻ ഈ ജന്മം എന്നെ കൊണ്ട് കഴിയില്ല.
പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ അത് തെറ്റായി പോവും. പ്ലീസ് അച്ഛാ, എനിക്ക് വേണ്ടി. എനിക്കൊരു പെക്കുഴിക്ക്. പുറത്തൊക്കെ ചളിങ്ങിയിട്ടുണ്ടല്ലോ. ഞാൻ പോകുന്നത് എന്തിനാ, വരുന്നത് എന്തിനാ, ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഓൾറെഡി ഒരു റൗണ്ട് അടിച്ചിട്ടുണ്ടല്ലോടാ നീ. ഏട്ടാ, ഇത് നിനക്ക് പറ്റിയതല്ല, പോവാൻ നോക്ക. എന്താ നീ വിളിച്ചേ? ഏട്ടൻ ഇത് കുടിക്കണ്ട, പോകാനാ പറഞ്ഞേ. ബ്രദർ, അറ്റ്ലീസ്റ്റ് നിന്റെ മനസ്സിലെങ്കിലും ചേട്ടനാണെന്നുള്ളൊരു ബഹുമാനം ഉണ്ടല്ലോ. ബഹുമാനം ഉണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ സ്നേഹം എനിക്ക് ഒരുപാടുണ്ട്. ഒരുപാട് സ്നേഹമുള്ളതല്ലേ? ആ സ്നേഹം കൊണ്ടെങ്കിലും ഒരു പെൺകുഴിക്ക്. വേണ്ടാന്നേ, അച്ഛനെങ്ങാനും കണ്ടാ പിന്നെ അവർക്കും അത് സങ്കടാവില്ലേ? അച്ഛൻ സങ്കടപ്പെടണ പെടട്ടെ, നീ ഒഴിക്കടാ. അല്ല, ഇപ്പോഴല്ലേ ഓഫീസിലേക്കൊക്കെ പോകാനൊക്കെ തുടങ്ങിയത്. നല്ല കുട്ടിയാണെന്ന് പറയാനുള്ള അവസരം എന്തിനാ വെറുതെ നശിപ്പിക്കുന്നത്? ഇതിന്റെ ആവശ്യമില്ല. എടാ, ഓഫീസിൽ പോയിട്ട് മലമറിക്കാൻ ഒന്നുമില്ല എനിക്ക്. നീ പെഗ്ഗൊഴിക്കടാ. അയ്യോ, എന്തിനാ അങ്ങനൊക്കെ പറയുന്നേ? നമ്മൾ രണ്ടുപേരിലും നീയല്ലേ സ്മാർട്ട്, ബുദ്ധിമാൻ. നീ മനസ്സ് വെച്ച് കഴിഞ്ഞാ നമ്മുടെ ഓഫീസിലെ കാര്യങ്ങളെല്ലാം നല്ല മണിമണി പോലെ നോക്കാൻ പറ്റും. വെറുതെ എന്തിനാ കുടിക്കുന്നേ? അങ്ങനെ തോന്നിയോ നിനക്ക്? ഈ സത്യം എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് സത്യമുള്ള കാര്യമായിരിക്കും. ഫിക്സ്. പക്ഷേ ഓഫീസിൽ പോകുന്നതിൽ എനിക്ക് ഒരു സന്തോഷമില്ല ബ്രദർ. നമ്മുടെ തോന്നൽ എന്താണോ, നമ്മുടെ സ്വപ്നം എന്താണോ, അത് നമ്മൾ നേടിയെടുക്കണം. എന്നിട്ട് സാധിച്ചോ? അല്ല, നിന്നെ ആരാ തടഞ്ഞത്? ആരാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നീ ചോദിക്കുന്നത്? ബാലിയും സുഗ്രീവനും. പറഞ്ഞ നാക്കെടുത്ത് വായിലേക്ക് കിട്ടില്ല, അപ്പോഴേക്കും നീ വന്നേക്കുന്നു. വീടിന് പേരുദോഷം ഉണ്ടാക്കാൻ ഒരാള് പോരാഞ്ഞിട്ടാണോ നീയും കൂടി കൂടുന്നത്? നിന്റെ കെട്ടിയോള് വളരെ നല്ലവളാ. അവള് പേരുദോഷം ഉണ്ടാക്കുന്നുണ്ടെന്ന് അവള് തന്നെ സമ്മതിച്ചു. പറഞ്ഞത് കറക്റ്റ് അല്ലേ? നീ പോവാൻ നോക്ക്. ഒരു നയ പൈസ പോലും ഉണ്ടാക്കാനുള്ള കഴിവില്ല, എന്നാലും വായില നാക്കിനൊരു കുറവുമില്ല. നീ പറഞ്ഞ കാര്യം ഞാൻ ചെയ്യാന്ന് പറഞ്ഞതല്ലേ? പൊയ്ക്കോ. ഓഹോ, ഓൾറെഡി കണ്ടിട്ടൊരു 2-3 റൗണ്ട് കഴിഞ്ഞ പോലെ ഉണ്ടല്ലോ. മിസ്റ്റർ വിശ്വജിത്ത്, നിന്റെ ഈ ടോൺ എന്റെ അടുത്തെടുക്കണ്ട. എടുത്താ എവിടെ പോയി പറയണോ അവിടെ പോയി പറയേണ്ടി വരും. ചേട്ടാ, ചേട്ടാ, എന്താ പറയാൻ കഴിയില്ലേ? എന്താ അങ്ങനെ പറഞ്ഞ എന്താ? നിന്റെ ഹൃദയത്തിന്റെ വാതിൽ ഇപ്പോഴല്ലേ ഒരാൾ വരുന്നു എന്ന് കരുതി തുറന്നത്? ആ വരവിന് ഒരു ഇത്തിരി കൂടി ഗ്യാപ്പ് കൊടുത്താൽ മതിയായിരുന്നു. അപ്പോഴേക്ക് ആ പഴയ മോഹിനി ഒന്നെല്ലാം നശിപ്പിച്ചു.
എടാ നീ വെറുതെ വായി തോന്നൊക്കെ വിളിച്ചു പറഞ്ഞോണ്ടല്ലോ. നോക്ക്, എനിക്കിന്നൊന്നും മറച്ചു വെച്ച് ചോദിക്കാൻ വയ്യ. നീ സീതയെ പ്രേമിക്കുന്നുണ്ടോ ഇല്ലേ? പറ, എന്തിനാ അങ്ങനെ നോക്കുന്നത്? പറ. എടാ നിന്നോട് ഞാൻ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മാത്രം നീ ഉത്തരം എന്താ? ഡു യു ലവ് സീത? സിമ്പിൾ ചോദ്യമാണ്. സീതയെ നീ പ്രേമിക്കുന്നുണ്ടോ ഇല്ലയോ?